യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. അവിടെ എഴുതിയേക്കുന്ന കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്ക്, അത് കേൾക്കുവാൻ ആഗ്രഹിച്ചാണ് ആൾക്കാർ വീണ്ടും വീണ്ടും ഓടിക്കൂടിയത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പവും മീനും തിന്നാൻ വന്നതാണ്? അല്ല, അപ്പവും മീനും തിന്നാൻ വന്നതല്ല. അവരത് കേട്ട് കേട്ട് വീണ്ടും വീണ്ടും ആരൊന്നുമില്ല, വചനമാ, നല്ല ഗിരിപ്രഭാഷണം നടക്കുക. അപ്പോൾ മലയുടെ മേൽ അവരെല്ലാവരും കൂടിയിരിക്കുക. ഭവനത്തിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്, ആർക്കും തിരിച്ച് ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല. മലയുടെ മേലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ, വീടുകളിലേക്ക് പോകാൻ തോന്നുന്നില്ല. ഒരു ക്യാമ്പ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് ഒരു സ്ഥലം കണ്ടെത്തി, അല്ലെങ്കിൽ ദൈവം അനുവദിച്ചു. അങ്ങനെ നന്നായിട്ട് അവർക്ക് ദിവസങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ വിശന്ന് ആരും പോകുന്നില്ല. അപ്പോഴാണ് എന്ത് ചെയ്തത്? ശിഷ്യന്മാർ വന്ന് പറഞ്ഞത്, ഒരു പാലൻ്റെ കയ്യിൽ എന്തുണ്ട്? അങ്ങനെയാണ് അവർക്ക് അപ്പോൾ മീനും എല്ലാവർക്കും കിട്ടിയത്, അല്ലെ ആഹാരം കിട്ടിയത്. അവർ വന്നത് എന്തിനാണ്? ശരിക്കും അവരവിടെ ഇരുന്നത് എന്തിനാണ്? അവർക്ക് ആ ലാവണ്യ വാക്ക് കേൾക്കാൻ, കൃപ നിറഞ്ഞ വാക്ക് കേൾക്കുവാൻ അവർക്ക് സന്തോഷം തോന്നി. സ്വർഗത്തിൽ നിന്ന് ലഭിച്ച നല്ല മർമ്മങ്ങൾ, കൃപ ലഭിച്ചത് അവരിതുവരെയും കേട്ടിട്ടില്ല. അവരായിരിക്കുന്ന ഒരു സമയം നിങ്ങൾ ഓർക്കണം. അനേക വർഷങ്ങളായി പല ഗവൺമെൻറ്റിനും അടിമകളായി. ആ സമയത്ത് റോമൻ കുറേ വർഷങ്ങളായി ബാബിലോണിയ സാമ്രാജ്യത്തിനും നെബൂഖദ്നേസർ തൊട്ട് അടിമകളായിട്ട്, ഈ കാലഘട്ടത്തിൽ റോമിന് അടിമകളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവർക്കൊരു ആരാധന സ്ഥലം പിന്നീട് പണിതത്, രണ്ടാമത് പണിതതൊക്കെ നിലനിൽക്കുന്നെങ്കിലും ഒരു ദൈവസാന്നിധ്യമില്ലാത്ത ഒരു സ്പിരിച്വൽ എൻകറേജ്മെൻറ്റ്. നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, ആലയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്പിരിച്വൽ എൻകറേജ്മെൻറ്റായിട്ട് ആ സമയത്ത് രണ്ട് മഹാപുരോഹിതന്മാർ, രണ്ട് പൊളിറ്റിക്കൽ ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് രണ്ട് മഹാപുരോഹിതന്മാർ ഒന്നിച്ച് ശുശ്രൂഷ ചെയ്തിട്ട്, അങ്ങനെ ഒരു കാലഘട്ടം വേറെ ഉണ്ടായതായിട്ട് ബൈബിളിൽ കാണുന്നില്ല. യേശുവിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് മഹാപുരോഹിതന്മാർ ഒന്നിച്ച്, അന്നാസും കയഫാസും ഒന്നിച്ച് ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്തിൽ പോലും ജനത്തിന് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചത്, ഞാൻ പറഞ്ഞ അവർക്ക് തിയോളജിക്കലി സ്കോളേഴ്സ് ആയിരിക്കും, വലിയ ശാസ്ത്രിമാരൊന്നുമല്ല, ഭയങ്കര പണ്ഡിതന്മാരായിരിക്കും. അവർ ശുശ്രൂഷിച്ച് പോലും എന്തില്ല, ഒന്നും ഒരു വിടുതലില്ലാത്തപ്പോൾ കർത്താവിൻ്റെ വായിൽ നിന്ന് വന്നത് എന്തുവാ? ആശ്വാസത്തിൻ്റെയും വിടുതലിൻ്റെയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം. ഇതാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വായിൽ നിന്നും, ഇല്ലേ? കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നവരെ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ വായിൽ നിന്ന് വരുന്നത് വിടുതലിൻ്റെ സാക്ഷ്യവും ജയത്തിൻ്റെ സാക്ഷ്യവും ആകുമ്പോഴാണ് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉറവിടം എങ്ങനെ? ഇവരെ ഈ സൂപ്പർ നാച്ചുറൽ പവർ എന്നൊക്കെ പറയുമല്ലോ, ഒരു സാധാരണമല്ലാത്ത ഒരു അസാധാരണ ശക്തി ഇവരെ നിയന്ത്രിക്കുന്നു, കൂടോത്ര ശക്തി ഇവരെ ഏൽക്കുന്നില്ല, ദുഷ്ടശക്തി ഇവരെ ബാധിക്കുന്നില്ല, ഇവരെതിരെ ദോഷമായിട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. ഇസ്രായേലിൻ്റെ പാളയത്തിൽ യഹോവയായ ദൈവം വസിക്കുന്നിടത്തോളം ഒരു ശത്രുവിനും അവരെ തൊടാൻ കഴിയത്തില്ല, അവരുടെ മേൽ ജയം കൊണ്ടാടാൻ കഴിയത്തില്ല എന്ന് പറയുന്ന പോലെ യഹോവ അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നിടത്തോളം സാത്താൻ്റെ പദ്ധതികളൊന്നും നടക്കുന്നില്ല. അപ്പം ജനങ്ങൾ ഈ വിടുതലിൻ്റെ സാക്ഷ്യം കേട്ടിട്ടാണ്, ഈ ജയത്തിൻ്റെ സാക്ഷ്യം. അതുപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ കൃപ നിറഞ്ഞില്ലേ, 6ാമത്തെ വാക്യത്തിൽ, കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചിപ്പെടുത്തി. നിങ്ങൾ ആ സദൃശവാക്യത്തിൻ്റെ വാക്യം വീട്ടിൽ ചെന്നൊന്ന് വായിച്ചായിരുന്നോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് ബലപ്പെട്ടല്ലേ? സദൃശവാക്യം 16:24. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും. യെസ്, ഹീലിംഗ് ടു ദ ബോൺസ്. അസ്ഥികൾക്ക്, ശരീരത്തിന് ഔഷധമാണ്. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഇമ്പമുള്ള വാക്ക്, ഇത് ആൾക്കാർക്ക് എങ്ങനെയായി തീരണം? നമ്മൾ സൗരഭ്യവാസനയായി മറ്റുള്ളവർക്ക് ഈ ആത്മാവിൻ്റെ ഫലമൊന്ന് നമ്മൾ നിന്ന് അനുഭവിക്കണേ. ഇതുപോലെ തന്നെ തേൻകട്ട ആയി തീരണം, അസ്ഥികൾക്ക് ഔഷധമായി തീരണം. 7ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വീണ്ടും ചിന്തിക്കാം. എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹവൃത്തിനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. ഇനി നമുക്ക് ഒത്തിരി ക്യാരക്ടേഴ്സിനെ കാണാം. നമ്മൾ വിചാരിക്കും ഇവരുടെയൊക്കെ പേരുകൾ എപ്പോഴും പൗലോസ് എഴുതാറുണ്ട്. അത് ചുമ്മാതൊരു നന്ദി പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളല്ല. അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. കാര്യം ആ സഭയിലൊക്കെ ഉള്ളവർ അന്നൊക്കെ അങ്ങനെ സഭ ഒന്നിച്ച് നിൽക്കുക. അങ്ങനെ ചുമ്മാതൊരു നന്ദി പറച്ചിലല്ല, ഒരു സല്യൂട്ടേഷൻ മാത്രമല്ല.
അതിൻ്റെ അകത്ത് ഓരോരുത്തരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, ഓരോ ലേഖനത്തിൽ ഓരോരുത്തരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ ചില ക്വാളിറ്റീസ് കൂടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. എൻ്റെ സഹ ശുശ്രൂഷകനായ തിഹിക്കോസ്, ഇച്ചിരി കഴിയുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഒരാളെയും കൂടി കാണാം. ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഒനേസിമോസിനെ നമുക്കറിയാം, നമ്മൾ ഇനിയും പഠിക്കാൻ പോവാ. ഫിലമോൻ്റെ പുസ്തകത്തിൽ ഒരു ധനികനായ ഒരു മനുഷ്യൻ, ദൈവവേദലായ ഒരു മനുഷ്യൻ ഫിലമോൻ, തൻ്റെ വീട്ടിൽ ദാസനായിട്ട് നിന്ന് അല്ലെങ്കിൽ വർക്കിന് ഹെൽപ്പ് ചെയ്യാൻ നിന്ന ഒനേസിമോസ് താൻ അവിടുന്ന് എന്തോ നല്ല വിലയുള്ളൊരു സാധനം മോഷ്ടിച്ച് തന്നെ അതിന് ശിക്ഷിച്ച് താൻ എവിടെ കിടക്കുക, ജയിലിൽ കിടക്കുമ്പോൾ ഇവിടെ പൗലോസിൻ്റെ അടുത്ത് എത്തിയാൻ പൗലോസിൻ്റെ കൂടെ പിന്നെ താൻ ആരാ, ആ ജയിൽവാസമൊക്കെ കഴിഞ്ഞിട്ട് താൻ ഇറങ്ങുന്നത് ആരായിട്ട് ഇറങ്ങുന്നത്, ഒരു നല്ല സുവിശേഷകനായിട്ട് ഇറങ്ങുന്നത്. ആ പഴയ കള്ള സ്വഭാവങ്ങളൊന്നുമില്ലാതെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറൊരാട് എടുക്കണമെന്നോ, അല്ലെങ്കിൽ ആ സ്വഭാവത്തിനൊക്കെ ഒരു കംപ്ലീറ്റ് ഒരു രൂപാന്തരത്തോടുകൂടി ഒരു ഒനേസിമോസൊക്കെ ശക്തനായ ഒരു ദൈവദാസനായിട്ട് നിൽക്കുക. അപ്പം ഒനേസിമോസ്, ഇവരൊക്കെ ആരുണ്ട്? പൗലോസിൻ്റെ 3-ാം മിഷണറി യാത്രയിലുണ്ട് കൂടെ. 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച് നമ്മുടെ ഈ അധ്യായത്തിയ. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തൻ പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഒനേസിമോസിനെ ഇവിടെ വിളിച്ചിരിക്കുന്നത് എന്തുവാ? വിശ്വസ്തനും പ്രിയനുമായ സഹോദരൻ. ഇവരൊക്കെ യാത്രയിലുണ്ടായിരുന്നു. അത് പല ഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആ അവസാനത്തെ മിഷണറി ജേണിയിലാണ് ഇവർ ഒന്നിച്ചുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒനേസിമോസ് എൻ്റെ വിശ്വസ്തൻ. ഒരാൾ ക്രിസ്തുവിലാകുമ്പോൾ ആരായിട്ടാണ് പുള്ളി ജയിലിലോട്ട് പോയത്? ഒരു കള്ളത്തരം ചെയ്ത് കള്ളനായിട്ട് ജയിലിലോട്ട് പോയ ഒനേസിമോസ് തിരിച്ചു വന്ന് പരിശുദ്ധാത്മാവ് തന്നെ വിളിക്കുന്ന ഏത് പേരിലാണ്? വിശ്വസ്തൻ. കറക്റ്റ് ഓപ്പോസിറ്റ്, കള്ളൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പദമാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ്, യേശുവിൻ്റെ സ്വഭാവമാണ് അവിടെ അവിശ്വസ്തത, ഇല്ലേ? സ്തോത്രം. വിശ്വസ്തനായ ഒനേസിമോസിൻ്റെ കൂടെ ഈ പറയുന്ന തിഹിക്കോസിനെ, അപ്പോൾ 2 വിശ്വസ്തരെയാണ് ഞാൻ അയക്കുന്നത്. അവർ വന്ന് എന്ത് ചെയ്യും? 8-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനും. 2 കാര്യങ്ങൾ. ഈ 2 വിശ്വസ്ത ദൈവദാസന്മാരെ നിങ്ങളുടെ അടുത്തോട്ട് അയക്കുമ്പോൾ, ഇവിടെ പൗലോസ് എവിടെ കിടക്കുന്നത്? ജയിലാണ് കിടക്കുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റിൽ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. വളരെ കഷ്ടത്തിലാണ് കിടക്കുന്നത്, ചങ്ങലയിലാണ് കിടക്കുന്നത്, ജയിലിലാണ് കിടക്കുന്നത്. കൈയും കാലും എന്തുവാണ്? എൻ്റെ ബന്ധനത്തിൽ. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് ഇൻ മൈ ചെയിൻസ്. വെറുതെ എഴുതുവല്ല, കയ്യിലും കാലിലും ചങ്ങല ഉണ്ടായിട്ടാണ് എഴുതുന്നത്. ഇൻ മൈ ചെയിൻസ്. അന്നത്തെ രീതി അനുസരിച്ച് കയ്യിൽ ഇന്നത്തെ ഒരു ഹാൻഡ് കഫ് സിസ്റ്റമേ ഉള്ളൂ. ഇപ്പോൾ ഒത്തിരി മനുഷ്യാവകാശ ഇതൊക്കെ വന്നല്ലോ, അതുകൊണ്ട് വെയിറ്റ് കൂടാൻ പാടില്ല, ഹാൻഡ് കഫ് എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അത് ഹാൻഡ് കഫ് എല്ലാവർക്കും ഒന്നുമില്ല. ഭയങ്കരമായിട്ട് ഓടിപ്പോകാൻ ചാൻസ് ഉള്ള അതിക്രൂരന്മാരായ കള്ളന്മാർക്കൊക്കെ ഹാൻഡ് കഫൊക്കെ ഉള്ളൂ. അതും അവർക്കും തുറക്കാത്ത ജയിലുകളൊക്കെ ഹാൻഡ് കഫ് ഇപ്പം ജയിലിനകത്തുണ്ടോ എന്ന് സംശയമാണ്. ഞാൻ പറഞ്ഞത് അല്ല, ചില ദിവസത്തേക്ക് മാത്രമേ അവരെ നോക്കിയിട്ട് കാണത്തുള്ളൂ. ഇവിടെ പൗലോസ് ഈ ലേഖനങ്ങളിലൊക്കെ എഴുതിക്കുന്നത് എൻ്റെ ബന്ധനത്തിൽ, എൻ്റെ ജയിലിൽ നിന്നല്ല, അതിൻ്റെ മൂലഭാഷയിലല്ല, ഇൻ മൈ ചെയിൻസ്. തീർച്ചയായിട്ടും അന്നത്തെ രീതി അനുസരിച്ച് വളരെ ഹെവി ആയിട്ടുള്ള, നിങ്ങൾ പഴയ അങ്ങനത്തെ അനുഭവങ്ങൾ, കഥകൾ, ഒത്തിരി പുസ്തകങ്ങളുണ്ട്, പലരുടെ അനുഭവങ്ങൾ എഴുതിയ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മോണ്ടി ക്രിസ്റ്റോ എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം ഞാൻ പണ്ട് ഓർക്കുന്നു. അതിൻ്റെ അകത്തൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ചങ്ങല എങ്ങനെയാണ് ചേർക്കുന്നത്. ഇതുപോലെ തന്നെ പൗലോസൊക്കെ കിടന്ന പോലുള്ള ഈ കരിങ്കൽ വെച്ചുള്ള ജയിൽ, ആ ജയിലിൻ്റെ അകത്തെ അവസ്ഥകളൊക്കെ മോണ്ടി ക്രിസ്റ്റോ എന്ന് പറഞ്ഞൊരു മൂവിയുമുണ്ട്, അതിന് പിന്നീട് ഇറങ്ങിയിട്ടുണ്ട്. അത് ആ പുള്ളിയുടെ കഥ മാത്രമാണ്. അന്ന് എങ്ങനെയാണ് അവർ ലാസ്റ്റ് ഇതുപോലുള്ള ഈ പത്മോസ് അല്ലെങ്കിൽ ദൂരെയുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡിൽ ഇതുപോലത്തെ ജയിലുകളുണ്ട്. ആ ജയിൽ കരിങ്കൽ വെളിച്ചം കയറാത്ത അതിൻ്റെ അകത്ത് ഇടുന്ന ആ ജയിലുകൾ എങ്ങനെയാണ് മനുഷ്യൻ ലാസ്റ്റ് വരെ മരിച്ചു കഴിയുമ്പോൾ നേരെ കടലിലോട്ട് എടുത്ത് കളയുന്ന സിസ്റ്റവുമൊക്കെ അതിൻ്റെ അകത്ത് ഒത്തിരി എഴുതിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ ആ പൗലോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ വളരെ വെയിറ്റുള്ള ചങ്ങലയും അത് അടിച്ച് കയറ്റുന്നതെന്ന് പറഞ്ഞ് പിന്നെ ഇവരെ ഇറക്കാനല്ലല്ലോ. ഇവിടെ ഇപ്പോഴല്ലേ മനുഷ്യാവകാശം ഇതൊക്കെ വന്ന് 7 വർഷം ജീവപര്യന്തോ 2 ജീവപര്യന്തമാണ് 14 വർഷം കഴിഞ്ഞ് നല്ല നടപ്പിനെ ഇറക്കി വിടുന്നത്. അന്നെന്ന് പറഞ്ഞാൽ എന്തുവാ? സെൻറ്റൻസ് ടു ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ എന്നാ. അപ്പോൾ അവനെ പിന്നെ അത് അവന് വേണ്ടി മാത്രമുള്ളതല്ല, അവൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ റിവറ്റ് തുറക്കുന്നുള്ളൂ. ചൂടോടുകൂടിയുള്ള ആ ഇരുമ്പാണി അടിച്ച് കയറ്റുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ, ആ വെയിറ്റ് ആ കാലിലും കയ്യിലും, അതും കൊണ്ട് അതിൻ്റെ വേദനയും അതിൻ്റെ മുറിവുകളും ഒരു മനുഷ്യാവകാശവും അന്നത്തെ കാലത്തില്ല. അതും കൊണ്ട് നടക്കണം. പൗലോസ് വ്യക്തമായിട്ട് ബൈബിളിൻ്റെ അകത്ത് സത്യമായിട്ട് എഴുതിയിരിക്കുന്നു,
എൻ്റെ ചങ്ങലയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. അതിൻ്റെ ഇടയ്ക്കാണ് താൻ വെളിയിലുള്ള ചില ദൈവദാസന്മാർ ഓരോരുത്തരെ അപ്പോയിൻറ്റ് ചെയ്ത് ഓരോ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്നത്. തന്നോട് കൂടി വളരെ അത്രയ്ക്ക് കൂറുള്ളതും ജയിലിൽ നിന്ന് കിടന്ന ഒനേസിമോസിനെയൊക്കെ താൻ വിട്ട് എൻ്റെ വിശ്വസ്തദാസൻ കൂടെ തുയിക്കോസിനെയും വിടുന്നു. ഇവർ രണ്ടുപേരും വിശ്വസ്തദാസൻ. ആ രണ്ട് കാര്യങ്ങൾ അവർ വന്ന് ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ നിങ്ങളോട് അറിയിക്കും, നിങ്ങൾക്കൊരാശ്വാസമായി തീരും. ഈ വരുന്ന കൊലോസ്യ സഭയെ ആശ്വസിപ്പിക്കുവാൻ അവരൊക്കെ അവരുടെ വീടുകളിൽ കുടുംബത്തോടു കൂടി ഒന്നിച്ച് അവരുടെ ജോലിയും ചെയ്ത് വ്യാപാരവും ചെയ്ത് ജീവിക്കുന്ന അവർക്ക് അവരുടെ കഷ്ടതയുടെ മധ്യത്തിൽ, പോരാട്ടത്തിൻ്റെ മധ്യത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ തക്കതായ ആശ്വാസത്തിൻ്റെ സ്റ്റോക്ക് ഇവരുടെ കയ്യിലുണ്ട്, ഇല്ലേ? ഇവരത്രയും പവർഫുള്ളായിട്ടാണ് ചെല്ലുന്നത്. അപ്പം ജയിലിൽ കിടന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ഇവരെ ഒരുക്കി ആശ്വാസത്തിൻ്റെ ഉറവിടമായിട്ടും. പിന്നെ രണ്ടാമത്തെ വിഷയം, ഇവിടുത്തെ ഈ കൊലോസ്യ സഭ, ഇപ്പം നമ്മളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്ക് അവരുടെ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളാണ് വലിയ വലിയ കാര്യങ്ങൾ, അല്ലെ ആരാധനയ്ക്ക് വരാതിരിക്കാനുള്ള തടസ്സങ്ങൾ. നമുക്കൊക്കെ നമ്മുടെ വിഷയമാണ് വലിയ കാര്യങ്ങൾ. നമ്മളെക്കാൾ കഷ്ടത കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി, യേശു നിമിത്തം, സുവിശേഷ വേല നിമിത്തം നമ്മളെക്കാൾ കഷ്ടത അനുഭവിക്കുന്നു. നൈജീരിയയിൽ സത്യമാണെങ്കിൽ കുറേ ന്യൂസ് ഹൈപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സത്യമാണെന്ന് തോന്നുന്നു. കാര്യം ഇന്നലെ ഞാൻ കണ്ടു, വെടിവെച്ച് ആ സഭാ ഹാളിൽ നിന്നൊക്കെ ഇറക്കി വെടിവെച്ച്. കൂടുതലും അവിടെ ഒരു കാത്തലിക് മൂവ്മെൻറ്റിനെയാണ് അവർ എയിം ചെയ്തിരിക്കുന്നത്. പിന്നെ ബാപ്റ്റിസ്റ്റൊക്കെ സെക്യുലർ മൂവ്മെൻറ്റാണ്, അല്ലാതെ ഒരു പെൻറ്റിക്കോസ്റ്റൽ മൂവ്മെൻറ്റൊക്കെ അവിടെ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. കുറേ നാളായിട്ട് കർത്താവും തോറ്റെന്ന് തോന്നുന്നു. സോതോമും ഗോമോറയും പോലെ ആയി കാണും. അവിടുത്തെ ക്രിസ്ത്യാനി ജനമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ എല്ലാം കൂടെ ഈ അടുത്തിടയ്ക്ക് 2000 പേരെ തന്നെ കൊന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെടിവെക്കുന്നു. അത് അവിടുത്തെ ദൈവമക്കളും അതിൻ്റെ ഇടയ്ക്ക് കഷ്ടം സഹിക്കുന്നുണ്ടായിരിക്കും, ജീവൻ കൊടുക്കുന്നുണ്ടായിരിക്കും. അത് വ്യക്തമായിട്ട് നമുക്കറിയുന്നില്ല. അവിടുത്തെ ഗവൺമെൻറ്റും ഒന്നും അങ്ങനെ ന്യൂസ് അത്രയും പുറത്ത് വിടുന്നില്ല. അറിയാവുന്ന ചെറിയ ചെറിയ സോഴ്സസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ. എന്തുമായാലും നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം അറിയാം. നമ്മുടെ രാജ്യവും അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളൊക്കെ ശരിക്കുമുള്ള ന്യൂസസ് ഒത്തിരി നമുക്കറിയാം. കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടം സഹിക്കുന്നവരുണ്ട്. അതിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ കുഞ്ഞ് കഷ്ടം, അതിലേക്കൂടെ പോയപ്പം വെയിൽ കൊണ്ടെന്നോ, ഇതിലേക്കൂടെ പോയപ്പം ഇത് വന്നെന്നോ, അതിലേക്കൂടെ പോയപ്പോൾ ഇത് ചെയ്തെന്നോ, രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പം കാറ്റില്ലെന്നോ, ഇതൊക്കെ ഞാൻ എത്ര വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതാണെന്നറിയാം. ആൾക്കാരുടെ കയ്യിൽ നിന്ന് കേൾക്കുന്ന, ഈ അടുത്ത സമയത്ത് പറഞ്ഞ് മാത്രമല്ല, ആൾക്കാരുടെ കയ്യിൽ നിന്ന് നാളുകളായിട്ട് കേൾക്കുന്ന എക്സ്ക്യൂസസാണ്. രാവിലെ ഒരു മഴക്കോൾ കണ്ടെന്നോ, സ്തോത്രം. ഞാൻ പറഞ്ഞത്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും സാത്താൻ തടസ്സങ്ങൾ കൊണ്ടുവരുമല്ലോ. സാത്താൻ തടസ്സം കൊണ്ടുവന്നില്ല, അവൻ സാത്താനല്ല. സാത്താൻ്റെ ജോലിയല്ലേ, അവൻ തടസ്സങ്ങൾ കൊണ്ടുവരും, നമ്മളെ മനസ്സ് മടുപ്പിക്കും. അതിനെ ജയിച്ച് വരുന്നവനാണ് ആര്? ജയാളി. അത് ആരാധനയ്ക്ക് മാത്രമല്ല, ഏതൊരു വിഷയവും കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കാനോ ഒരു തീരുമാനത്തിൽ നിലനിൽക്കാനോ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ തൊട്ട് എന്ത് ചെയ്യും? യെസ്, നമ്മുടെ മേൽ കർത്താവ് ഒരു അഭിഷേകം പകരുവാൻ ആഗ്രഹിക്കുമ്പോൾ, കർത്താവ് നമ്മുടെ മേൽ ആത്മാവിൻ്റെ ശക്തി പകരുമ്പോൾ ഒക്കെ എന്തുണ്ടാവും? യോസെഫിനെ എന്തിനാണ് കാണുമ്പോൾ പിടിച്ച് പൊട്ടക്കുഴിയിലും ജയിലിൽ വിടാൻ തോന്നുന്നത്? അവൻ്റെ മേലുള്ള അഭിഷേകം. സോ അപ്പം നമ്മളോടും ഒക്കെ അതുപോലെ ശക്തമായി പോരിടും, ശക്തമായി നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഞങ്ങളെ പറ്റിയുള്ള ഈ അവസ്ഥ നിങ്ങളോട് പറയും. അതിനേക്കാൾ വലിയ കഷ്ടതയാ ദൈവമക്കൾ കർത്താവിന് വേണ്ടി ഇവിടെ ദൈവദാസനും അല്ലെ പല ദൈവമക്കളും സഹിക്കുന്ന. വെളിയിൽ നടക്കുന്നതിനേക്കാൾ വലിയ ശുശ്രൂഷയാണ്. ഒനേസിമോസ് പറയും, ഞാൻ മാത്രമല്ല, എത്ര പേരാണ് അത് അറിയാമോ അവർ കർത്താവിൻ്റെ വേലയ്ക്ക് തീരുമാനമെടുത്തത്. ട്രിവാൻഡ്രം പൂജപ്പുര സെൻട്രൽ ജയിലിലൊക്കെ ഞങ്ങൾക്ക് പോകുവാനൊക്കെ അവരിടയ്ക്കിരുന്ന് അവിടെ പ്രാർത്ഥനാ ഹാളൊക്കെ ഉണ്ട്. പല വർഷം പറഞ്ഞ ഞങ്ങളോട് അവർ പബ്ലിക് എല്ലാ മതക്കാർക്കും കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനാ ഹാളിലൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് മീറ്റിംഗ് നടത്തുവാനൊക്കെ ടീമായിട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ എൻകറേജ് ചെയ്ത് നല്ല വചനം പറയുമ്പോൾ ഞങ്ങളെക്കാളൊക്കെ മുമ്പ് ചെന്ന ദൈവദാസന്മാരുണ്ട്. ഈ ജയിൽ ID ഉള്ളവരുണ്ട്. ഞങ്ങൾ ഈ ജയിൽ ID ഉള്ളവരിൽ കൂടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയുള്ള ഒരു ചാൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ പോകുന്നത്. ഇത്രയും ഡ്രൈവ് ചെയ്തൊക്കെ നമുക്ക് ട്രിവാൻഡ്രം വരെ പോകണ്ടേ. ദുർഗണ പാഠശാല അതൊരു സൈഡുണ്ട്. 18 വയസ്സ് തികയാത്ത പിള്ളേർ ക്രിമിനൽസായിട്ട് കിടക്കുന്നവർ. ലേഡീസ് ജയിലുണ്ട്. അവിടെ ഞങ്ങൾ ഒന്നിച്ച് പോയപ്പോൾ ഞങ്ങളുടെ ടീമിലുള്ള സഹോദരിമാരെ ലേഡീസ് ജയിലിലേക്ക് വിട്ടു. സഹോദരന്മാരെ ഞങ്ങൾ പൂജപ്പുഴ സെൻട്രൽ ജയിലിലേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവിടെ കിടക്കുന്ന ഞങ്ങളെക്കാൾ മുമ്പേ വന്ന് പീരിയോഡിക്കായിട്ട് ഇവരെ വിസിറ്റ് ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ കുറച്ച് പേര് വല്ലപ്പോഴും പോകുന്നവരുടെ ഫലമൊന്നുമല്ല. കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ചെന്ന് ബൈബിൾ ക്ലാസ് എടുക്കുന്ന നല്ല ദൈവദാസന്മാരുണ്ട്.
അവർ നിമിത്തം അവിടെ പല ആൾക്കാരും അന്ന് ഈ രാധാകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന പാസ്റ്റർ അന്ന് ജയിലിൻ്റെ അകത്ത് കിടക്കുക. പിന്നെ ആ പുള്ളി വെളി വന്ന് പാസ്റ്ററായത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ്, 99-ലൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്ത് അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത ഒരു ദിവസമാണ്. അന്നൊക്കെ ഇന്ന് വെളിയിലുള്ള അവിടെ നിന്നുള്ള ഇറങ്ങിയ ദൈവദാസന്മാർ 2 പേര് അന്ന് അതിൻ്റെ അകത്തുണ്ട്. അവരൊക്കെ തീരുമാനമെടുത്ത് കണ്ണുനീരോടുകൂടി അവരെപ്പോൾ തന്നെ വേറെയും ചിലർ തീരുമാനമെടുത്ത് ഞങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ കൂടെ ഉള്ള ഒരു അല്ലല്ല ചേട്ടനും അവിടെ ആ ജയിലിൽ കുറച്ചാളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വലിയ വേല ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അത് നിങ്ങളെപ്പറ്റി അറിയിക്കും. കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്കും ആ കാര്യം കറക്റ്റായിട്ട് പറയുവാൻ വിശ്വസ്ത ദൈവദാസന്മാർക്കേ, വിശ്വസ്ത ദൈവമക്കൾക്കേ പറ്റത്തുള്ളൂ. 12 പേരാ കനാൻ ഉറ്റുനോക്കാൻ അയച്ചത്. 12 പേരും തിരഞ്ഞെടുത്തവരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആരെങ്കിലൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കത്തില്ല. കനാൻ ഉറ്റുനോക്കാൻ അഭിഷക്തൻ അയക്കുമ്പോൾ യോഗ്യരായ 12 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. തീരെ കാഴ്ചപ്പാടില്ലാത്തവരെ അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്യാവശ്യം കാഴ്ചപ്പാടുണ്ട് എന്ന് വെളിയിൽ നിന്ന് തോന്നിയവരെയാണ് 12 പേരെ അയച്ചത്. പക്ഷെ 10 പേര് തിരിച്ചു വന്ന റിപ്പോർട്ട് കംപ്ലീറ്റ്ലി മാനുഷികം, കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കിയതും. 2 പേര് തിരിച്ചു പറഞ്ഞ റിപ്പോർട്ട് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഇത് തമ്മിൽ ചെറിയ ബന്ധമെങ്കിലും ഉണ്ടായിരുന്നോ? ചെറിയ ബന്ധം പോലും ഇല്ലായിരുന്നു. അപ്പം വിശ്വസ്ത ദൈവദാസൻ, അന്ന് അവരാരാ? യോശുവയും കാലേബും ദൈവദാസന്മാരും അല്ല, അഭിഷക്തരും അല്ല, ശുശ്രൂഷ ചെയ്ത് തുടങ്ങിയിട്ടുമില്ല. അവരൊക്കെ അന്ന് ജസ്റ്റ് ഒരു ആദ്യത്തെ അവസരം ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കിട്ടി. നമ്മൾ ചെറിയ കാര്യത്തിൽ വിശ്വസ്തരായി തീരുമ്പോഴാണ് ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നത്? വലിയ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു യോശുവയും കാലേബും അന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പറഞ്ഞ ആ തീരുമാനമുണ്ടല്ലോ, നമ്മളെക്കൊണ്ട് കഴിയും. അവർ മല്ലന്മാരാ. അവരുടെ മുമ്പിൽ ചെന്നപ്പോൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഇവർ കുഞ്ഞായിപ്പോയി, കൊച്ചായിപ്പോയി. ഇവരോടൊന്നും യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ല. ആ രാജ്യം വളരെ സ്നേഹത്തോട് നിൽക്കുന്നു, വളരെ ഓർഗനൈസ്ഡാണ്. അതിൻ്റെ അകത്തോട്ട് ചെന്നൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ബുദ്ധിയിലാണ് ചിന്തിച്ച മറ്റുള്ള 10 പേര്, അതിൻ്റെ അകത്തോട്ട് ചെന്ന് അങ്ങോട്ട് യുദ്ധം ചെയ്ത് ജയിക്കാനൊന്നും പറ്റത്തില്ല. വളരെ നന്നായിട്ട് പോകുന്ന, ഓർഗനൈസ്ഡായിട്ട് പോകുന്ന, പണമുള്ള, വ്യാപാരമുള്ള, സമ്പൽ സമൃദ്ധിയുള്ള ഒരു ശക്തമായ സ്ഥലം തന്നെയാണ്. ആൾക്കാർ അതിശക്തരാണ്. നമ്മൾ ബലഹീനരായ നമ്മൾ ചെന്ന് ജയിക്കാൻ പറ്റുമോ എന്നാണ് 10 പേർക്ക് തോന്നിയത്. 2 പേര് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ പോകും, ഞാൻ ഈ ഗോലിയാത്തിനെ ജയിക്കും, ജയത്തോടു കൂടി വരും, ജയം ലഭിക്കുന്ന. ദൈവത്തിൽ ആശ്രയിച്ച് പറയുവാൻ അഭിഷേകം വേണം. ഇവരാരും, ദാവീദ് അത് പറഞ്ഞപ്പോൾ ദൈവദാസനല്ലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ബാലൻ മാത്രം, ഒരു വിളിയുള്ള ബാലൻ. യോശുവയും കാലേബും അത് പറഞ്ഞപ്പോൾ ദൈവദാസന്മാരല്ലായിരുന്നു, വിളിയുള്ളവരായിരുന്നു. അവരുടെ വിളി നിമിത്തമാണ് കർത്താവിൽ ആശ്രയിച്ചത് പറയുവാൻ കഴിഞ്ഞത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയും എരിപോട് നിൽക്കുമ്പോഴാണ് ദൈവമക്കളെ നമ്മളിലുള്ള വിളി എന്തായിത്തീരുന്നത്, നമ്മളിലുള്ള കോളിംഗ്, സ്തോത്രം, ഇറ്റ് സ്റ്റാർട്ട്സ് വർക്കിംഗ്. അത് പ്രവർത്തിക്കുന്നത്, നമ്മളിലുള്ള വിളി പ്രവർത്തിക്കുന്നത് നമ്മൾ വിശ്വസ്തരായി തീരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റിനാണ് ഞാൻ പ്രാധാന്യത കൊടുക്കുന്നത്. എൻ്റെ വിശ്വസ്തദാസനായ ഒനേസിമോസ് കൂടുത്തു ഹിത്തിക്കോസിനെ നിങ്ങളുടെ അടുത്തോട്ട് അയക്കുന്നു. അരിസ്റ്റിക്കസ്, അടുത്ത 10ാമത്തെ വാക്യം. ബർന്നബാസിന്റെ മച്ചനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളും. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം എൻ്റെ 2ാമത്തെ വാക്യം ഞാൻ പറഞ്ഞല്ലോ. ഈ അവസാനത്തെ മിഷണറി യാത്രയുടെ ആ കാര്യത്തിൻ്റെ അകത്ത് റോമിൽ നിന്ന് ഞാൻ പറഞ്ഞു പോവാം. അപ്പോസ്തലപ്രവൃത്തി 27:2 അത് എഴുതിയേക്കുന്നത്. റോമിൽ നിന്ന് സിസേറിയ വരെ, അല്ലെ കൈസരിയ വരെ, അവിടുന്ന് റോമിൽ നിന്നാണ് കപ്പൽ. ആ യാത്ര ഇങ്ങനെ യാത്രയാണല്ലോ, പലരും ഇടയ്ക്ക് ചേരും, പല ദൈവദാസന്മാർ ചേരും. ഈ അരിസ്റ്റാർക്കോസ് റോമിൽ നിന്ന് തിരിച്ച് കൈസരിയ വരെ ഉണ്ടായിരുന്നു. കൈസരിയെ വെച്ച് തന്നെയും പിടിച്ച് ജയിലിലിട്ടു. പിന്നെ തന്നെ പറ്റി, അരിസ്റ്റാർക്കോസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തോ പിന്നെ ഇറങ്ങി വന്ന് ശുശ്രൂഷ ചെയ്തൊന്നും ഒന്നും അറിയത്തില്ല. എന്തായാലും റോമിൽ നിന്ന് കൈസരിയ വരെയുള്ള മിഷണറി യാത്രയ്ക്കകത്ത് പൗലോസിൻ്റെ കൂടെ ഈ അരിസ്റ്റാർക്കസ് ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 2ാമത്തെ വാക്യം. പുള്ളി മക്കദോനിയക്കാരനാണെന്നും തെസ്സലോനിക്കയിൽ താമസിച്ചുകൊണ്ടിരുന്ന മക്കദോനിയക്കാരനാണെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. അത് മാത്രമേ ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളൂ. പിന്നെ ഇവിടാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് അരിസ്റ്റാർക്കോസും, രണ്ടാമത് ബർന്നബാസിൻ്റെ കസിനായ, കസൻ എന്നൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമല്ലല്ലോ കസൻ എന്ന ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ബർന്നബാസിൻ്റെ കസനായ മർക്കോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഞാൻ ഇന്നലെ ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ തൊട്ട് മുമ്പിലത്തെ മിഷണറി യാത്രയിൽ നിങ്ങൾക്കറിയാമല്ലോ
മർക്കോസ് പകുതി വെച്ചിട്ട് കഷ്ടത വന്നപ്പോൾ ഇട്ടിട്ട് പോയിട്ട് പൗലോസ് അടുത്ത മിഷണറി ജേണിക്ക് യാത്ര തിരിക്കാൻ തുടങ്ങും. ഒരു യാത്ര കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് ശരീരമൊക്കെ ഒന്ന് ബലപ്പെട്ട് പ്രാർത്ഥിച്ച് അടുത്ത യാത്ര പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നെ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പൗലോസ് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബർന്നബാസും കൂടെ ഉണ്ട്. ബർന്നബാസ് ആണല്ലോ തുടക്കം തൊട്ട് പൗലോസിനെ യെരുശലേമിലെ ടീമിനെ പരിചയപ്പെടുത്തിയതും എൻകറേജ് ചെയ്തതും പൗലോസിനെ ശുശ്രൂഷയ്ക്ക് ആക്കുന്നതിന് ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസനോടാണ് ബർന്നബാസ്. അപ്പം അപ്പോസ്തല പ്രവൃത്തി നമുക്കത് കാണാം. ബർന്നബാസ് പറഞ്ഞു മർക്കോസിനെ കൊണ്ടുപോകണം, കസിനാണല്ലോ, കാര്യം ശക്തനായി നിൽക്കും, മർക്കോസ് ഒന്ന് ശരിയാകട്ടെ, ഇട്ടിട്ട് പോയി പൗലോസ് ക്ഷമിക്കുന്നു വിചാരിച്ചു. പൗലോസ് പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടും ബർന്നബാസ് ഒത്തിരി പറഞ്ഞു നോക്കി, ഇത്രയും സ്നേഹമുള്ള പൗലോസിനെ കടപ്പാടുള്ള ബർന്നബാസ് പറഞ്ഞു നോക്കിയിട്ട് പൗലോസ് നോ. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യനാണ് ശുശ്രൂഷയുടെ കാര്യത്തിൽ. പൗലോസ് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യനാണ്. കാര്യം നമുക്കറിയാം, കർത്താവ് പോലും ശുശ്രൂഷയിൽ വിട്ടുവീഴ്ചയില്ല. ശുശ്രൂഷയ്ക്ക് കൂടെ കൊണ്ടുപോയവരാരാ? 12 ശിഷ്യന്മാർ, ബാക്കി എല്ലാവരും 9 പേരും പുറത്ത് നിർത്തിയിട്ട് ചില ശുശ്രൂഷകൾ ചെയ്യാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമേ അകത്തോട്ട് വിളിച്ചോളൂ. ചില ദൈവപ്രവൃത്തികൾ നടക്കണമെങ്കിൽ ഒരേ കാഴ്ചപ്പാടിൽ നിൽക്കുന്നവരെ ഒരു വലിയ ജനമൊന്നുമല്ല വേണ്ടത്, വലിയ കൂട്ടമൊന്നുമല്ല വേണ്ടത്, പക്ഷേ ഒരേ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന, ഒരുപോലെ ചിന്തിക്കുന്ന, ഏകാത്മാവിനാൽ നടത്തപ്പെടുന്ന ചിലരെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ കർത്താവും തൻ്റെ ശുശ്രൂഷയിൽ ചെയ്തിട്ടുണ്ട്. പൗലോസിനറിയാം ശുശ്രൂഷയിൽ അങ്ങോട്ട് പിന്നെയും പോരാട്ടം ശക്തമാകുമ്പോൾ ഈ കാഴ്ചപ്പാടൊക്കെ ഇടയ്ക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിന് റിസ്ക് എടുക്കാതെ ബർന്നബാസിനോട് പിണങ്ങി. ആ വിഷയത്തിൽ എന്ത് ചെയ്തു? ബർന്നബാസിനോട് പിണങ്ങി. എന്നിട്ട് ശീലാസിനെയും കൂട്ടിയാണ് താൻ യാത്ര തിരിച്ചത്. ബർന്നബാസ് ആ ദേശത്തിന് എന്ത് ചെയ്തു? മർക്കോസിനെയും കൂട്ടി വേറൊരു യാത്ര അങ്ങോട്ടും തിരിച്ചു. രണ്ടുപേരും മിഷണറി യാത്ര അങ്ങോട്ട് തിരിച്ചു. എന്തായാലും പൗലോസിൻ്റെ മിഷണറി യാത്രയെ പറ്റിയാണ് ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ബൈബിളിൻ്റെ അകത്ത് എഴുതുവാൻ, റെക്കോർഡ് ചെയ്യുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ദൈവം ഒന്നുകൂടെ അതിശക്തമായിട്ട് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ദൈവപ്രവൃത്തികൾ ഉണ്ടായത് ഏത് മിഷണറി യാത്രയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ ചിലപ്പം പോട്ടെന്ന് വെക്കും. സഭയിലെ പാസ്റ്ററിന് അങ്ങനെ വെച്ചാലേ പറ്റൂ, ഇടയനല്ലേ, വീണ്ടും ക്ഷമിച്ചാലേ പറ്റൂ. പക്ഷേ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഇതുപോലൊക്കെ ശക്തമായിട്ട്, പുള്ളി ഒരു ഇടയനല്ലായിരുന്നു, അതുകൊണ്ട് പുള്ളിക്ക് പറഞ്ഞിട്ട് പോയാൽ മതി, ഒരു ആട്ടിൻകൂട്ടത്തെയൊക്കെ നയിക്കുമ്പോഴാണ് ഒത്തിരി ക്ഷമിച്ചാലേ പറ്റൂ. കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല നമ്മൾ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആത്മീയ വിഷയത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന, ഒരു വീഴ്ച ഉണ്ടാകുന്നത്. നമ്മുടെ മാനുഷിക വിഷയങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത് എക്സ്ക്യൂസ് പറഞ്ഞ് കർത്താവിന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. മർക്കോസിനോട് ചോദിച്ചാൽ മർക്കോസിന് ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും. ആ പകുതിക്ക് വെച്ച് വിട്ടിട്ട് പോകാൻ ചിലപ്പം ഭാര്യ വിളിച്ച് കാണും, വീട്ടിൽ പല അത്യാവശ്യങ്ങൾ കാണും, എന്തെങ്കിലും നാട്ടിൽ എമർജൻസി ഉണ്ടായി കാണും, എന്തെങ്കിലുമൊക്കെ കാര്യമായിരിക്കും. പിന്നെ പരിശുദ്ധാത്മാവ് തനിക്ക് അവസരം കൊടുത്തില്ല അടുത്ത മിഷണറി യാത്രയിൽ ഈ അഭിഷക്തൻ്റെ കൂടെ പോകുവാൻ എന്ന് ബൈബിളിൽ നമുക്ക് കാണും. എന്തുവായാലും പൗലോസ് ആ വിഷയമൊക്കെ ക്ഷമിച്ചു. ഞാനതാ പറയാൻ വന്നത്, ക്ഷമിച്ചു, സ്നേഹിച്ചു. 2 വിശ്വസ്തദാസന്മാരെ അയക്കുന്ന പോലെ തന്നെ അരിസ്റ്റാക്കോസും മർക്കോസും അവരും വന്നിട്ട് ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ദേ വിൽ ജോയിൻ യു എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ കാണാം. 11-ാമത്തെ വാക്യം. യുസ്തോസ് എന്ന് പറയുന്ന യേശു നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. ഇവരെ ഉള്ളായിരുന്നു പരിച്ഛേദനക്കാരിൽ എന്ന് വെച്ചാൽ യഹൂദന്മാർ. പരിച്ഛേദന പ്രാപിച്ചവർ യഹൂദന്മാർ, ജാതികളും യഹൂദന്മാരും. യഹൂദന്മാരിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളും ജാതികളിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ. അതിൻ്റെ അകത്ത് ഈ ജാതികളിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ എപ്പോഴും പൗലോസിന് ഒരു ആശ്വാസവും എൻകറേജ്മെൻറ്റും ആയിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ആയിരുന്നു. അവർ പുതിയ വിശ്വാസികളെ. പക്ഷേ ഈ പഴയ വിശ്വാസികളുണ്ടല്ലോ, ഇവരെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. പലയിടത്തും ഇവരെ കൊണ്ട് പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. ഇവരെ ഓരോ സ്ഥലത്ത് പോയി ഇവർ ക്ഷീണിക്കുമ്പോൾ ഇവരുടെ യഹൂദ പാരമ്പര്യവും പൊക്കിക്കെടുത്തുകൊണ്ട് വരും. ഇവരത് വലിയ രീതിയിൽ സഭയെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. ജാതികളിൽ നിന്ന് വന്നവരെ വീണ്ടും പരിച്ഛേദന ഏൽപ്പിക്കാൻ ചെയ്തിട്ടുണ്ട്. പൗലോസിനെ പോലും ആരുടെയൊക്കെ തല മുണ്ടനം ചെയ്യുവാൻ അതിനുവേണ്ടി അത് ജനം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പൗലോസ് ചെയ്യാൻ ശ്രമിച്ചു. അതിന് നിമിത്തം ദൈവത്തിൻ്റെ ശിക്ഷ പൗലോസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവർ ഈ പരിച്ഛേദനക്കാരെ എപ്പോഴും പിന്നെ പൗലോസിനെ കുറ്റപ്പെടുത്തുവാനും ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കുവാനും പൊളിറ്റിക്സിന് ഇവർ നമ്പർ 1. യെരുശലേമിലെ സഭയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പൗലോസിൻ്റെ പേര് പോലും പൗലോസ് വെച്ചില്ല. കാര്യം അത്രയ്ക്ക് പൗലോസിൻ്റെ പേര് വെച്ച് അവരോട്ട് വായിക്കത്തുമില്ല. അത്രയ്ക്കൊരു ഒരു വിഷമം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കി സാത്താൻ അവരിൽ കൂടെ ഉണ്ടാക്കി. അതുകൊണ്ട് പരിച്ഛേദനക്കാരിൽ അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് ഒത്തിരി പേര് വിശ്വാസത്തിൽ വന്നിട്ട് എൻ്റെ കൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. ഞാൻ തന്നെ അവരെ കർത്താവിൻ്റെ വേലയ്ക്ക് ആക്കി. അതിൽ ചുരുക്കം പേരാണ് എനിക്കൊരാശ്വാസമായി അവസാനം വരെ നിന്നത്. അതിലൊരാളാണ് ഈ യൂസ്തോസ്.
നിങ്ങൾക്കറിയാം, ഒരേ പേരാണ്, യശുവ. യശുവ എന്ന് ഇപ്പം കൂടുതൽ ആൾക്കാർ പറയുവാൻ ആഗ്രഹിക്കുന്ന ബൈബിൾ ടീച്ചേഴ്സൊക്കെ. അതുതന്നെയാണ് യോശുവ. എബ്രായ ഭാഷയിൽ യേശുവിൻ്റെ പേരെന്തുവാ? യശുവ അല്ലെങ്കിൽ യോശുവ. അതുതന്നെയാണ് ഗ്രീക്കിൽ ജീസസ്, ഇംഗ്ലീഷിലും ജീസസ് എന്ന് പറയും. അതുതന്നെയാണ് ലാറ്റിനിൽ യൂസ്തോസ് അല്ലെങ്കിൽ ജസ്റ്റസ് എന്ന് ഇംഗ്ലീഷ് പറയും. അപ്പം ആ യൂസ്തോസ്, അതുകൊണ്ടാണ് യേശു എന്നോട് അവിടെ എഴുതിയിരിക്കുന്നത്. ആ യൂസ്തോസും നിങ്ങളെ എന്ത് ചെയ്യുന്നു? വന്ദനം ചെയ്യുന്ന. താൻ ഒരു യഹൂദനായിരുന്നു, യഹൂദനിൽ നിന്ന് വന്നതാ. താൻ അത്യാവശ്യം പൊളിറ്റിക്സ് ഒന്നും എടുക്കാതെ, തന്നെ വേദനിപ്പിക്കാതെ എനിക്കൊരു ശുശ്രൂഷയിൽ ഒരു ആശ്വാസമായിരുന്നു. ഈ ശുശ്രൂഷകളിൽ തന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ, ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ, ഈ വിളച്ചിലുകളൊക്കെ ഒത്തിരി പോരിടുവാൻ, മത്സരങ്ങൾ, വേദനിപ്പിക്കുന്ന അവസ്ഥകൾ. സ്തോത്രം. ഇതിനല്ല പൗലോസ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. വളരെ വില കൊടുത്താണ് പൗലോസ് ഇറങ്ങിയത്. പോരിടാനായിരുന്നെങ്കിൽ തൻ്റെ ഓഫീസ് നേരത്തെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്നിട്ട് അധികാരത്തിൽ നിന്ന് പോരിട്ടൂടെ? ഈ അധികാരവും സ്ഥാനവും കുടുംബവും മഹിമയും ധനവും പിതാവിൻ്റെ സ്വത്തും എല്ലാം വിട്ടിട്ട് താൻ ഇറങ്ങിയത് ഇതിൻ്റെ അകത്ത് വന്നിട്ട് പോരിടുവാനല്ല, പോരിട്ട് ജയിക്കുവാനല്ല. അതുകൊണ്ട് പലപ്പോഴും വേദനയുണ്ടായി. അതിൽ എടുത്തു പറഞ്ഞതാണ് പരിച്ഛേദനക്കാരിൽ, യഹൂദന്മാരിൽ അരിസ്തക്കോസും മർക്കോസും യൂസ്തോസും. ഇവർ 3 പേരേ ഉള്ളൂ എനിക്കൊരാശ്വാസമായി തീർന്നത്. ഇനി എപ്പഫ്രാസ്, ആ ദേശത്തെ ദൈവദാസനെ പറ്റി 12-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. നല്ലൊരിടയൻ, ഒരു ദൈവദാസൻ, ഒരു ഇടയൻ്റെ സ്വഭാവം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പഠിക്കുന്ന ക്യാരക്ടേഴ്സ് നമ്മളിത് വെറുതെ അങ്ങ് വായിച്ചു പോയി കഴിഞ്ഞാൽ കുറേ നമ്മുടെ വായിൽ കൊള്ളാൻ, വല്ല അന്നമ്മയോ ശോശാമ്മയോ എലിയാമ്മയോ മർക്കോസോ തോമാച്ചനോ ഒക്കെ ആയിരുന്നു നമ്മുടെ സാധാരണ. ബിജുവോ സിജുവോ ബീനായോ ബിന്ദുവോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇത് വായി കൊള്ളാൻ പറ്റാത്ത പേരുകൾ പലപ്പോഴും ഈ ഭാഗങ്ങളൊന്നും അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, ദൈവമക്കൾ വായിക്കത്ത് പോലുമില്ല. കാര്യം ഒന്നും മനസ്സിലാകത്തുമില്ല. പക്ഷേ ഇവരുടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെയൊക്കെ ഒരു ക്യാരക്ടറിലൂടെ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ പല സ്ഥലത്തായിട്ട് തിമോത്തിയോസിലെ പല സ്ഥലത്തായിട്ടൊക്കെ ഇവരെ പറ്റി വീണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മെൻഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇവരുടെയൊക്കെ ഒരു സ്വഭാവം സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ല. എപ്പഫ്രാസ് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടി. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങളിൽ ഒരുത്തനായ, കൊലോസ്യ സഭയിലെ ഒരാളായ, നിങ്ങളുടെ ദൈവദാസനായ ആ ദൈവദാസനെ ഓർത്ത് ഞാൻ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന്. നിങ്ങൾക്ക് വിസ കിട്ടാനല്ല, നിങ്ങളുടെ ബിസിനസ് നടക്കാനല്ല, നിങ്ങൾക്ക് ജോലി കിട്ടാനല്ല, നിങ്ങളുടെ ഒരു ഭൗമിക വിഷയത്തിനുമല്ല, നിങ്ങളുടെ മക്കൾ നല്ല നിലയിലാകാനല്ല. നോ, ഒന്നിനെ പറ്റി ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങളുടെ ആരോഗ്യമൊന്നോ ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. നിങ്ങളുടെ വീടെന്നോ നത്തിങ്. ഇവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം. നിങ്ങൾ ഒരു ദൈവദാസന് എന്തുവാ പ്രാർത്ഥിക്കേണ്ടതെന്നും, ഒരു തന്നെപ്പറ്റി ഓർത്ത് താൻ പ്രാർത്ഥിക്കുന്ന പോലുമില്ല. താൻ പ്രാർത്ഥിക്കുന്ന കൊലോസ്യയിലുള്ള സഭയിലുള്ള ദൈവസഭയിലുള്ള ഓരോരുത്തരും നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനുണ്ട് നിങ്ങളുടെ ദേശത്ത്. ആ ദേശത്തെ ദൈവദാസനെ ഓർത്ത്, എപ്പഫ്രാസിനെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെ വന്ദനം ചെയ്യുന്നു. 13-ാമത്തെ വാക്യം. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹീരപ്പുരക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. എപ്പഫ്രാസ് എന്ന് പറയുന്ന ദൈവദാസൻ നമ്മൾ ആദ്യമേ പഠിച്ചു. ലൈക്കസ് നദിയുടെ തീരത്തുള്ള 3 വലിയ പട്ടണങ്ങളാണ്: കൊലോസ്യ, ഹീരപ്പോലി, ലവോദിക്ക. തനിക്ക് യാത്ര ചെയ്ത് പോയി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ 3 ദേശത്തും താൻ പ്രവർത്തിക്കുന്നുണ്ട്. അവിടൊക്കെ പൗലോസ് ആദ്യം വന്ന് യാത്ര ചെയ്ത സ്ഥലങ്ങളാണ്, സ്ഥാപിച്ച സഭകളുണ്ട്. അവരെയൊക്കെ എൻകറേജ് ചെയ്യുവാൻ ഇപ്പോൾ ഒരു ദൈവദാസൻ, ഇപ്പം ഞാൻ ചിന്തിക്കുക, ഇവിടുത്തെ ദൈവമക്കൾ മാത്രം ഈ ഒരു ആട്ടിൻകൂട്ടത്തെ മാത്രം ഓർത്താൽ മതിയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ ശരിക്കും ആരല്ല, ഒരു ദൈവദാസനല്ല. ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു വേറൊരു പ്രസ്ഥാനമായിരിക്കും, അല്ല എൻ്റെ പ്രസ്ഥാനമായിരിക്കും. ഒരു പ്രസ്ഥാനത്തിന് വളർത്താൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു മനുഷ്യൻ. ഒരു അഭിഷക്തനായ ദൈവദാസൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നിസ്വാർത്ഥമായിട്ട് അതിൻ്റെ അടുത്ത സഭ ആ പാസ്റ്റർ വേണ്ട പോലെ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും അവിടുത്തെ ആടുകൾ ക്ഷീണിച്ചാൽ, ദൈവം എന്നെ ഏൽപ്പിച്ചാൽ, കയറി ചാടി ഇടപെടാൻ പറ്റത്തില്ല. ദൈവം എന്നെ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു കാര്യത്തിന് എൻകറേജ്മെൻ്റ് ആയിട്ട് വന്നാൽ, ആ ദൈവദാസൻ്റെ അനുവാദം ഇല്ലാതെ ആടിനെ ഇങ്ങോട്ട് മോഷ്ടിക്കാനും പാടില്ല.
അത് തീരുമാനിക്കേണ്ടത് ആ വിശ്വാസിയാണ്. ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതൊന്ന് കറക്റ്റായിട്ട് എൻകറേജ് ചെയ്യുവാൻ. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പം ഇവിടെ നിന്നുള്ള ദൈവമക്കളിൽ നിന്നേ എന്തെങ്കിലും സ്തോത്രാഴ്ച ഇവിടുത്തെ ദൈവദാസന് കിട്ടുന്നുള്ളതായിരിക്കും. അത് സ്തോത്രാഴ്ചയൊന്നും അല്ല വിഷയം. ജോലി പരമേൽപ്പിച്ചത് ആരാ? ദൈവമാണ്. ഈ ദൈവദാസൻ നിങ്ങളെ ഓർത്ത് മാത്രമല്ല, 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഹിരപ്പോളിയിലുള്ളതും ലവോദിക്കയിലുള്ളതും 2 ദേശത്തെ സഭകളെയും താൻ എന്ത് ചെയ്യുന്നുണ്ട്? താൻ വളരെയധികം ആ സഭയിലെ ദൈവമക്കൾ ഒന്ന് ജീവൻ പ്രാപിക്കുവാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. ആ ദൈവദാസനെ ഓർത്തും ഞാൻ വന്ദനം ചെയ്യുന്നു. ഇതൊക്കെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നാണ്. വന്ദനം ചെയ്യുന്നു എന്നിപ്പോൾ താൻ പറയുമ്പോൾ ഒന്ന് പുകഴ്ത്തുക മാത്രമല്ല, അവരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊലോസ്യ സഭയ്ക്ക് ഒരു എഴുത്തായിട്ട് കൊടുക്കുമ്പോൾ നമ്മളും ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പൗലോസിനെ ഓർക്കുന്ന പോലെ തന്നെ ഇത്രയും കർത്താവിൻ്റെ വേലയ്ക്ക് വില കൊടുത്ത് എപ്പപ്രാസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു. സ്തോത്രം ഇല്ലേ? 14-ാമത്തെ വാക്യം. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യും. ഈ ദേമാസിനെയൊക്കെ വീണ്ടും ഇവിടെ ഓർക്കുന്നല്ലോ. ടീമിലുണ്ടായിരുന്നതാ, ശക്തമായിട്ട് നിന്നതാ. പക്ഷേ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ അകത്താ പറഞ്ഞ ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടിട്ട് പോയി. ലൂക്കോസിനെയും ദേമാസിനെ പറ്റിയായി വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നല്ല ശക്തമായിട്ട് കറക്റ്റായ വചനം ലഭിച്ച ഒരു ദൈവദാസനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മാറിപ്പോകാൻ സ്ഥാനം കിട്ടിക്കാണുമില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാത്താൻ തന്നെ എൻകറേജ് ചെയ്ത് ആ സത്യ ഉപദേശത്തിൽ നിന്ന് മാറി ഒരു പ്രോസ്പെരിറ്റി ഉപദേശം, ഒരു ലിബറൽ ടീച്ചിങ്, ആൾക്കാർ കൂടുവാനും ജനങ്ങളെ സന്തോഷിപ്പിക്കുവാനും എന്തിനാ താൻ മാറിപ്പോയെന്ന് അറിയത്തില്ലേ? കർത്താവ് തനിക്ക് വേണ്ടത് കൊടുക്കുന്നില്ലായിരുന്നോ? സന്തോഷം, അഭിഷേകം. അങ്ങനെ മാറിപ്പോകുമ്പോൾ തന്നെ, സത്യത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ തന്നെ സത്യാത്മാവ് എന്ത് ചെയ്യും? വിട്ടുപോകും. അങ്ങനെ മാറിപ്പോയ എന്നും നമ്മൾ ഏശാവിനെ പോലായി തീരല്ലേ, ലോത്തിനെ പോലായി തീരല്ലേ എന്ന് പറഞ്ഞ് ഓർക്കുന്ന പോലെ പുതിയ നിയമത്തിൽ ഓർക്കുന്ന ഒരു പേരാണ് ദേമാസ് ഇല്ലേ? ദേമാസ് ലോകത്തെ സ്നേഹിച്ച് ലോകസ്നേഹിയായിപ്പോയി. കർത്താവിൻ്റെ വേലയിൽ കാണും. ലോകത്തെ സ്നേഹിച്ച് ആ സത്യ ഉപദേശത്തിൽ നിന്ന് എന്ത് ചെയ്തു? മാറിപ്പോയി. ആ ദൈവദാസനെയും ഇവിടെ അതിന് മാറിപ്പോകുന്നതിന് മുമ്പായിരിക്കും ആണു ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ അവസാനം പൗലോസിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് പൗലോസ് ദേമാസിനെ പറ്റി എഴുതിയിരിക്കുന്നത്. എന്നെ വിട്ടുപോയി. അവിടെ 2 തിമോത്തിയോസ് 4:11 നമ്മൾ ഒന്ന് വായിച്ചേ. 2 തിമോത്തിയോസ് 4:11 വായിച്ചേ. തിമോത്തി 4:11. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഒരിക്കൽ ഇട്ടിട്ട് പോയ മർക്കോസാ, പിന്നെ കൂട്ടാതെ പിണങ്ങിപ്പോയ മർക്കോസാ. ഞാൻ വിശ്വസിക്കുന്നു അത് നല്ലൊരു പാഠമായിട്ട് മർക്കോസ് അത് എടുത്തു. ഒത്തിരി വേദനിച്ച് കാണും. അപ്പോൾ മർക്കോസ് വിചാരിച്ചത് ഒരത്യാവശ്യത്തിന് പെട്ടെന്നൊരു എക്സ്ക്യൂസും പറഞ്ഞ് വിട്ടിട്ട് പോയി. കഷ്ടപ്പാട് വന്നപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചേർക്കും എന്നാണ് വിചാരിച്ചത്. താൻ ചേർത്തില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ മത്സരിച്ച് പോയനെ. പോയി മർമാസിനോട് പ്രവർത്തനത്തിനൊക്കെ പോയി. പക്ഷേ താൻ വേദനയോടുകൂടി വീണ്ടും പ്രാർത്ഥിച്ച് കാണും, ക്രമീകരണം പ്രാപിച്ച് കാണും, ബലപ്പെട്ട് കാണും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കൂടെ ഉണ്ട് ആൾ, പൗലോസിൻ്റെ കൂടെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ സ്തോത്രം. മർക്കോസ് എനിക്ക് ഒത്തിരി പ്രയോജനമുള്ളവൻ. പിന്നെ ആരെപ്പറ്റി അവിടെ എഴുതിയിരിക്കുന്ന തിമോത്തിയോസ് ലേഖനത്തിൽ? ലൂക്കോസ് മാത്രമേ എന്നോട് കൂടി ഇപ്പോൾ ഉള്ളൂ. മർക്കോസിനെയും കൂടെ എൻ്റെ അടുത്തോട്ട് അയക്കുക. എനിക്ക് ഒത്തിരി പ്രയോജനമുള്ളവനാണ്. ലൂക്കോസ് എവിടെ ഉണ്ട്? പൗലോസിൻ്റെ അവസാന സമയത്തും കൂടെ ഉണ്ട്. ആ ഡോക്ടർ അല്ലെങ്കിൽ ആ വൈദ്യനായ ലൂക്കോസ് എല്ലായിടത്തും, നിങ്ങൾക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം താനാണ് എഴുതിയത്. അപ്പോസ്തല പ്രവൃത്തി മുഴുവനും റെക്കോർഡ് ചെയ്യുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ എന്താ ഈ മോശയെക്കൊണ്ട് ആ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിപ്പിച്ച പോലാണ് ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പീരിയോഡിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് അതിനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ന് പലപ്പോഴും അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണാം. ലൂക്കോസ് ഇന്നത്തെ ഡോക്ടേഴ്സ് വല്ലതും ആണെങ്കിൽ നല്ല അത്യാവശ്യം നമ്മൾ പൊതുവെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് അറിയപ്പെടണമല്ലോ എല്ലാവരും, ആരും അങ്ങനെ ചിന്തിച്ചു പോകും. ഞാൻ ഇത്രയൊക്കെ അധ്വാനിക്കുന്നല്ലേ, ഇത്രയും വില കൊടുത്തൊക്കെ ഇറങ്ങിയതല്ലേ, ഞാൻ ഇച്ചിരി അറിയപ്പെടണമല്ലോ, ഞാനാണ് ഈ കാര്യങ്ങളെല്ലാം. എനിക്ക് ലൂക്കോസിനെ ഒത്തിരി ഇഷ്ടം. ആ കാര്യത്തിൽ ഒത്തിരി പഠിക്കാനുണ്ട് നമുക്ക് ആ വിഷയത്തിൽ. താൻ സൈലൻ്റാണ്. പ്രവർത്തനത്തിൽ ശക്തമായിട്ടൊരു പിന്തുണയായിട്ട് പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പേഴ്സണൽ ഡോക്ടറായിട്ടൊന്നുമല്ല, ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട്. താൻ ആ വൈദ്യ പരിപാടി ഒന്നും താൻ പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അവരൊക്കെ രോഗശാന്തിയിൽ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്ന ശക്തരായ ദൈവദാസന്മാരും മറ്റുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. അവരൊക്കെ ഓരോ ആത്മാവിൻ്റെ വരങ്ങളുള്ളവർ, അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. സ്തോത്രം. ശക്തനായ ഒരു ദൈവദാസനാണ്.
അവിടെ ഹോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 3 മിഷണറി യാത്രയിൽ ഇപ്പം എന്തുകൊണ്ട് ജയിലിൽ കിടന്ന് അവസാനത്തെ മരണത്തോടടുത്ത് കിടക്കുന്ന 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ അവിടെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ലൂക്കോസ് ആരുടെ കൂടെ ഉണ്ട്? ഇപ്പോഴാര് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ? ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. ആ ലൂക്കോസാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ലൂക്കോസ് എനിക്ക് വേറൊന്നും അല്ല ഇഷ്ടം. താൻ ഈ ത്രൂ ഔട്ട് ദ ജേണി ഈ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ മുഴുവനും ഉണ്ട്. തനിക്ക് ദൈവം കൊടുത്ത ആ ഭാഷയുടെ ഒരു കൃപ, പഠിത്തത്തിൻ്റെ ഒരു കൃപ, അത് താൻ നല്ലപോലെ അപ്പോസ്തല പ്രവൃത്തിയോടും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കൂടെ ഒക്കെ എഴുതാൻ വേറെ എത്ര ലേഖനങ്ങൾ താൻ എഴുതി കാണും. ഇനി പൗലോസിൻ്റെ ഒക്കെ പകർത്തി എഴുതിയോ പല ലേഖനങ്ങൾ എഴുതിയോ ഒന്നും നമുക്കറിയത്തില്ല. ഇപ്പോഴെന്തോലും ജയിലിലാണ് താൻ കിടക്കുന്ന 2 തിമോത്തിയോസ് എഴുതുമ്പോൾ. ജയിലിൽ തൻ്റെ കൂടെ നമ്മൾ 2 തിമോത്തിയോസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങൾ മനസ്സിലാവും, പശ്ചാത്തലം മനസ്സിലാവും. തൻ്റെ കൂടെ അവസാനം ജയിലിൽ കിടക്കുമ്പോഴും ലൂക്കോസ് തൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന നല്ലൊരു ദേവദാസൻ. ഇവിടെ നമ്മൾ ഇവരുടെ എല്ലാം ക്വാളിറ്റിയാണ് നമ്മൾ കാണുന്നത്. 16 വായിച്ചോ. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടി വായിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്തു. ഒത്തിരി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ലവോദിക്കയ്ക്ക് വേറെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, അതൊന്നും ബൈബിളിൽ ചേർത്തിട്ടില്ല. ലവോദിക്കയ്ക്ക് പല ലേഖനങ്ങൾ എഴുതി കാണും, കൊലോസിക്കും പല ലേഖനങ്ങൾ എഴുതി കാണും. പേഴ്സണൽ ലെറ്റേഴ്സ് ഒന്നും എഴുതിയിട്ടില്ല. നമ്മുടെ പൊതു ക്രിസ്ത്യാനികൾക്ക് പ്രമാണമായിട്ടുള്ളത് മാത്രമേ, ആ ലേഖനങ്ങൾ മാത്രമേ ബൈബിളിൽ ചേർക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ ലേഖനം, കൊലോസിക്ക് എഴുതിയ ഈ ലേഖനം മാത്രമേ നമുക്ക് റെക്കോർഡിക്കലായിട്ട് ബൈബിളിൽ ചേർക്കപ്പെടുവാൻ ദൈവം അനുഭവിച്ചിട്ടുള്ളൂ. സ്തോത്രം. അപ്പോൾ ലവോദിക്കയ്ക്ക് എഴുതുന്ന ലേഖനങ്ങൾ ഇവിടും വായിക്കണം, കൊലോസിക്ക് എഴുതിയ ലേഖനങ്ങൾ അവിടും വായിക്കണം. ആ ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം. പിന്നെ 17-ാമത്തെ വാക്യത്തിൽ ആ ദൈവദാസനെ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ 18-ാമത്തെ വാക്യം കൂടെ വായിച്ചത്. എന്റെ സ്വന്തം കൈയാലെ വന്ദനം, എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. എൻ്റെ ബന്ധനങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, റിമെമ്പർ മീ ഇൻ മൈ ചെയിൻസ്. എൻ്റെ ഈ ചങ്ങല, എൻ്റെ ഈ ബന്ധനം, ഞാൻ ഈ ആയിരിക്കുന്ന അവസ്ഥ നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. ഞാൻ ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ സ്വന്തം കയ്യാലാണ് ഞാൻ എഴുതുന്നത്. ഞാൻ ഇന്നലെ ഒരു ഹിന്ദു വ്യക്തി താൻ ക്രിസ്ത്യാനികൾ ഇവിടെ കൊണ്ടുവന്ന ഇമ്പാക്റ്റിനെ പറ്റിയുള്ള ഒരു സംസാരം ചർച്ച ചെയ്ത് ആരോ എനിക്ക് അയച്ച ഞാനൊന്ന് കേൾക്കുവാനിടയായി തീർന്നു. അത് കേട്ടപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തെ ഭാഗത്തിൽ പുള്ളി പറഞ്ഞു, പലയിടത്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ് ഇവിടെ കേരളത്തിൽ 1700 വർഷം 1600-700 വർഷം മുമ്പ് തൊട്ട് ക്രിസ്ത്യാനികൾ ഇവിടെ ഉള്ളതിൻ്റെ ചരിത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞ് 1600-700 വർഷം മുമ്പേ തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലിരിക്കുന്ന, അത് ഇരുട്ടത്താണ്, ഞാനും പോയി കണ്ടിട്ടുണ്ട്, മേളത്തെ നിലയിലാണ് ഇരിക്കുന്നത്. അത് പലപ്പോഴും അവിടുത്തെ ലൈറ്റ് പോലും ആ സെക്യൂരിറ്റി ഇടാറില്ല. ഞാൻ ഒരിക്കൽ ഫ്ലാഷ് ഇട്ട് എൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല. ബൈബിൾ ആയതുകൊണ്ട് ഞാൻ അനുവാദമില്ലാതെ ഒരിക്കൽ എൻ്റെ ഒരു ക്യാമറയിൽ ഞാൻ ഫ്ലാഷ് ഇട്ടെടുത്തതൊന്നും എൻ്റെ ഇരിപ്പുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ ചെന്നപ്പോൾ ഇപ്പം മൊബൈൽ കൊണ്ട് നടക്കാൻ പാടുണ്ടല്ലോ, അപ്പം നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കാം അവർ കാണാതെ. പണ്ടങ്ങനെ അല്ലായിരുന്നു. ഞാൻ ആ ഫ്ലാഷ് എടുത്ത സമയത്ത് അവിടെ എഴുതിയിട്ടുണ്ട് ക്യാമറാസ് നോട്ട് അലൗഡ് എന്നൊക്കെ, ഡു നോട്ട് ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ. അവർ മറ്റുള്ള പ്രൈവസി അല്ലെങ്കിൽ രാജാവിൻ്റെ കാര്യങ്ങൾ, കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്ന് വിചാരിച്ചാൽ അവർ എഴുതിയിരിക്കുന്നത്. അതിൽ ബൈബിൾ ഫോട്ടോ എടുക്കുന്നുണ്ടുള്ള കുഴപ്പം അല്ലാത്തതുകൊണ്ടാണ്. എനിക്കതിൻ്റെ ബൈബിളിൻ്റെ ഒരു ഫോട്ടോ അത്യാവശ്യമായതുകൊണ്ടും ഞാൻ എൻ്റെ പഴയൊരു ഡിജിറ്റൽ ക്യാമറ ഈ ഫ്ലാഷുള്ള മോഡൽ വെച്ചിട്ട് ഞാൻ ഫ്ലാഷ് എടുക്കുകയും ആ ഫ്ലാഷ് മിന്നി ഇരുട്ടായിരുന്നു, ഇരുട്ടുള്ള മുറിയെ സെക്യൂരിറ്റി ചാടി മുറിക്കാത്ത വന്നു. അത് നല്ല ക്ലിയർ ഒരു ഫോട്ടോയാണ്, അതെൻ്റെ കയ്യിലിരിപ്പുണ്ട്. അല്ല നിങ്ങൾക്കിപ്പം ഞാൻ പണ്ട് ചെങ്ങന്നൂന്ന് വന്ന് ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് എറണാകുളംകാർക്ക് ഏത് സമയത്തും തൃപ്പൂണിത്തുറ പോയിട്ട് ആ കൊട്ടാരത്തിൽ പോയി ആ ബൈബിൾ കാണാം. അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ചുരുളെന്ന് മനസ്സിലാവും. ആ ചുരുളുമുണ്ട്, ചുരുൾ പെട്ടിയുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേളത്തെ നിലയിലായിരിക്കുന്നത്. അത് ഇങ്ങനെ കറങ്ങി മേളത്തെ ബൈബിൾ എവിടെ ആയിരിക്കുന്നത് ചോദിച്ചാൽ മതി. അതിപ്പം പലരൊക്കെ ചോദിച്ച് ചെല്ലുന്നതുകൊണ്ട് ആൾക്കാർ അതിപ്പം ഞാൻ കഴിഞ്ഞിടയ്ക്ക് ചെന്നപ്പോൾ ട്യൂബ് കത്തിച്ചിട്ടുണ്ടോ മുറിക്കുക. ചുരുൾ പെട്ടിയുമുണ്ട്. അത് ഒരു റബ്ബായി ഇവിടുത്തെ രാജാവിന് കൊടുത്തതാണ്. ട്രേഡിനായിട്ട് 13 AD 300 ഒത്തിരി പേര് യഹൂദയിൽ നിന്നും സിറിയയിൽ നിന്നും അറബ് ദേശത്തു നിന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ചരിത്രമാണല്ലോ. അങ്ങനെ ഇവിടുത്തെ രാജാവിന് ഗിഫ്റ്റായിട്ട് കൊടുത്തത് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അത് ശരിക്കും തോലിൽ എഴുതിയിരിക്കുന്നതാണ്. ഇത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുറക്കും, അതിങ്ങനെ അടയ്ക്കും. അങ്ങനെ നമുക്ക് ആ ഇടയ്ക്കത്തെ ആ ഭാഗം വായിക്കാൻ പറ്റും. പിന്നെയും ഇതിങ്ങനെ അഴിച്ചു വിടും, ഇതിവിടെ ഇങ്ങനെ മുറുക്കും. അപ്പം 16-ാം അധ്യായം ഇങ്ങനെ അതൊരു പുസ്തകമാണ്. ഒരു ചൂടിൽ തോലിൻ്റെ അകത്ത് നമ്മുടെ പഴയ ഓലയിൽ എഴുതുന്ന പോലെ കഷ്ടപ്പെട്ട് ഇങ്ങനെ രാഗി എഴുതണം. അതിനൊരു പേര് പറയുമല്ലോ, ഏതാണ്ട് അല്ലേ, ഒരു സ്റ്റിക്കിനും നമ്മുടെ ഓലയിലൊക്കെ എന്താ നാരായണ കൊണ്ട് ഓലയിലൊക്കെ എഴുതുന്ന പോലെ തന്നെ കൂർത്ത ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് എന്നെ പ്രത്യേകിച്ചൊരു പറയാനില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വളരെ ഷാർപ്പായിട്ട് കഷ്ടപ്പെട്ടാണ് പൗലോസ് ബലഹീനന, ഒരു പോഷകാഹാരവും ജയിലിൽ കൊടുക്കത്തില്ലല്ലോ. ബലഹീനനായിരിക്കുന്ന പൗലോസിന്
ഇത് എഴുതുവാൻ മറ്റേതൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുകയും ഓരോരുത്തർ പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് താൻ എന്തുവാ ചെയ്തിരിക്കുന്നതെന്നറിയാം. ഇച്ചിരി വില കൊടുത്താണ് ഞാനിത് എഴുതിയിരിക്കുന്നതെന്നാണ് താൻ ഉദ്ദേശിച്ചത്. ഡിക്റ്റേറ്റ് ചെയ്ത് പറഞ്ഞ് എഴുതിപ്പിക്കുവാൻ ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നിരിക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കയ്യാലാണ് എഴുതുന്നത്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുമായിരുന്നു. നമുക്ക് മുമ്പിൽ ദൈവദാസന്മാരെ ഞങ്ങൾക്ക് പോലും മനുഷ്യരല്ലേ, ഞങ്ങൾ വർഷങ്ങളായിട്ട് പരസ്യങ്ങളൊക്കെ നടത്തുന്നവരാണ്. ഈ പരസ്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഞങ്ങളെപ്പോഴും ഇങ്ങനെ പോയി ഞങ്ങളുടെ കൂടെ ഒരു ദേവദാസനുണ്ട്. ഞങ്ങൾ രണ്ടും അല്ലാതെ ഒരു ദേവദാസൻ കുറച്ചാളുണ്ടായിരുന്നു. പുള്ളിക്ക് ഒരാളുടെയും കിട്ടണ്ട, ഒരാളും പുള്ളിക്ക് കിട്ടണ്ട. പുള്ളി ചുമ്മാതൊരു കവലയിൽ നിന്നിട്ട് പുള്ളി കൊച്ചിലെ 13 വയസ്സ് തൊട്ട് പരസ്യം പ്രാസംഗികരാണ്. പുള്ളിക്കത് പറ്റും. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പുള്ളിക്കത് പറ്റും. അത് പുള്ളിയോട് അങ്ങോട്ട് നോക്കി ഇങ്ങനെ കൈവീശി പറയും, ഇങ്ങോട്ട് നോക്കി ഒത്തിരി ജനമൊക്കെ മുമ്പിൽ നിൽക്കുന്ന പോലെ പുള്ളി അത് പറഞ്ഞോളും. എനിക്കും പറ്റത്തില്ല, പപ്പയ്ക്കും അത് പറ്റത്തില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ആ വിഷയം. ഞങ്ങളൊരു ഇച്ചിരി ആളൊക്കെ ഫ്രണ്ടിലുണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു ആത്മാവിലൊരു മൂവ്മെൻറ്റൊക്കെ കിട്ടിയൊന്ന് സംസാരിക്കാൻ പറ്റും. നമ്മൾ കുറേയും കൂടെ സഭയ്ക്കകത്ത് ശുശ്രൂഷ ട്രെയിനിങ് അങ്ങനെയല്ലേ ശീലം. ക്യാപ്റ്റൻ ചാൻ ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെയൊക്കെ ഈ വലിയ വസ്തുവിൻ്റെ അകത്ത് ഞങ്ങളുടെ അന്നത്തെ ട്രെയിനിങ് സെൻറ്ററിൽ മരൻ്റെയൊക്കെ പ്രായമുള്ളൂ, മരത്തോടൊക്കെ നോക്കി പ്രസംഗിക്കുവാനൊക്കെ പറഞ്ഞ് എന്നെ വിട്ടിട്ടുണ്ട്. അത് ഇത് പട്ടാളച്ചിട്ടയല്ലേ, പുള്ളി പട്ടാളക്കാരനുമാണല്ലോ. അത് പ്രസംഗിക്കാതെ തിരിച്ചിങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ലല്ലോ. അന്ന് ഞാനും പോയിരുന്നിട്ട് ഉറക്കെ പ്രസംഗിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. തൊണ്ട പോകുന്ന അമർന്ന ശബ്ദം. അത് 2.5 ഏക്കർ സ്ഥലമായിരുന്നു. അതുകൊണ്ട് 10-20 പേര് അന്ന് ടീം മെമ്പേഴ്സും ഉള്ളായിരുന്നു. ഇഷ്ടത്തിന് ഓരോരുത്തരും ഓരോ മൂല പിടിച്ചാൽ തന്നെ പ്രസംഗിക്കാൻ ഇഷ്ടത്തിന് സ്ഥലമല്ല. ഒരു വിഷയം തരും, അല്ലെ ഒരു വിഷയത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് പോയിട്ടോ അലച്ച് പ്രസംഗിച്ചോളാൻ ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടി, ആരും ഇല്ലാത്തപ്പോഴും പ്രസംഗിക്കാൻ വേണ്ടിയൊക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. പൊതുവേ ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ആൾക്കാർ വേണം, എൻകറേജ്മെൻറ്റ്, ഒരു സഭ വേണം, അവരെ പ്രാർത്ഥിക്കുവാൻ, അവരെ എൻകറേജ് ചെയ്ത്. ഞാനൊക്കെ ഈ ദേശത്ത് നിൽക്കുന്ന നിങ്ങളുടെ കുറച്ച് പേരുടെ പ്രാർത്ഥനയാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. സ്തോത്രം. അല്ല ചുമ്മാ ഒരു ദേശത്ത് വന്ന് ഒറ്റയ്ക്ക് വന്നിരുന്ന പ്രവർത്തനവുമായിട്ട് വന്നിരുന്ന് എനിക്ക് വേണേൽ ഈ റെക്കോർഡ് ചെയ്യുന്ന പ്രസംഗം ഇവിടെ ഒരു ഹോളും പണിതിട്ട് ഹോളിൻ്റെ അകത്ത് വന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ദേശത്ത് നിലനിർത്തത്തില്ല, ഓടിക്കും ഈ ദേശത്തൊന്നും. ഓരോ ദേശത്ത് നമ്മൾ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ പുറയിൽ ഒരു വലിയൊരു കൂട്ടം ദൈവജനം, ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ വളരെ ദാഹത്തോടുകൂടി ടീമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന, അപ്പം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു ആൾക്കാരുണ്ടെങ്കിൽ ആ ശുശ്രൂഷിക്കുവാൻ എന്നെ തന്നെ വിശ്വസ്തനായിട്ട് ഞാൻ നിൽക്കണം. കാര്യം അടുത്ത ആഴ്ച നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം എന്നിൽ നിലനിൽക്കുന്നു. ഞാൻ ഈ ദേശത്തോട് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ഈ കൊച്ചു ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആളാണ്. എനിക്ക് മോശമായിട്ട് നടക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവമക്കൾ സഭക്കാർ കാണും, നാട്ടുകാർ കാണും. ഇതത് വല്ലതും ഉണ്ടോ? ഇത് ജയിലിൽ കിടക്കും. താൻ എത്ര നാളായിട്ട് ആരും തന്നെ ചെക്ക് ചെയ്യാനില്ല. താൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുവാൻ ആരുമില്ല. തനിക്ക് ക്ഷീണിച്ച് വേണേൽ കിടക്കാം, പോഷകാഹാരം വേണ്ട പോലെ ലഭിക്കുന്നില്ല, നല്ല ആഹാരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ക്ഷീണിച്ച് കിടക്കാം. താൻ ഓൾറെഡി ശാരീരത്തിൽ ബലഹീനനാണ്, വേദനയുള്ളവനാ, ഏതോ വല്ലാത്ത ശൂലമുള്ളവനാ. അതെന്തുവാ ബലഹീനത എന്ന് പറഞ്ഞിട്ടില്ല. തൻ്റെ ക്ഷീണങ്ങളും പറഞ്ഞ്, തൻ്റെ അവസ്ഥ പറഞ്ഞ്, തൻ്റെ സാഹചര്യം പറഞ്ഞ്, ഇവിടെ എല്ലാം ക്രിമിനൽസാണ്. ഇവിടെ വെളിയിൽ നിന്നിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ കേൾക്കാത്തവരാണ്, ഇവിടെ ക്രിമിനൽസാണ്, അവരുടെ മധ്യത്തിലാണ് ഞാനിരിക്കുന്നത്. ഇവർ വല്ലതും ഞാൻ പറഞ്ഞാൽ മാനസാന്തരപ്പെടുമോ എന്നൊക്കെ പറഞ്ഞ് വേണേൽ തനിക്ക് അവിടെ കിടക്കാം. താൻ പുറത്തുള്ള ശുശ്രൂഷയും അകത്തുള്ള ശുശ്രൂഷയും ഒന്നിച്ച് മാനേജ് ചെയ്ത്, എൻ്റെ മേലൊരു യജമാനനുണ്ട്, ആ യജമാനനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻകറേജ്മെൻറ്റിന് ഒരു വകയും ഇല്ലാതിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല മെത്ത ഇല്ലാതെ, ഒരു തലോടയുണ്ടോ എന്ന് സംശയമാണ്. ഒന്നുമില്ലാതിരിക്കുമ്പോൾ, ഈ ചങ്ങല നിമിത്തം ഇടയ്ക്കിടയ്ക്ക് പഴുക്കുന്ന കൈയും കാലും അല്ലാതെ, തൻ്റെ മറ്റുള്ള ശാരീരിക പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നും തനിക്ക് ഒരു പറയുവാൻ ഒരു പ്ലസ് പോയിൻ്റ്, ഒരു ബോണസ് ഇല്ലാതിരിക്കുമ്പോൾ, സ്തോത്രം, നമ്മുടെയൊക്കെ കംപ്ലയിൻസ് ഒന്നും മാറ്റി വെക്കാമോ ദൈവസന്നിധിയിൽ? താൻ എത്ര എൻകറേജ്ഡ് ആയിട്ട് നിന്നുകൊണ്ടാണ് താൻ ദൈവസന്നിധിയിൽ തൻ്റെ സ്വന്തം 18-ാമത്തെ വാക്യം ഒന്നുകൊണ്ട് വായിച്ചിട്ട്. യെസ്. എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അങ്ങോട്ട് ബലപ്പെടുത്തുക. നമ്മളാണേ കംപ്ലൈൻറ്റും പറഞ്ഞ് ക്ഷീണിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ട സമയമാണ്. ഇങ്ങനെ പല്ലും കളിച്ച് കർത്താവിനോടും വിഷമിച്ചിരിക്കേണ്ട സമയം. താൻ എത്ര കൃപ നിറഞ്ഞായിരിക്കുന്ന ആ ജയിലിൽ കിടക്കുന്നത്, ഇത്രയും പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ. ഞാൻ ഓർക്കുമായിരുന്നു, അപ്പോസ്തലപ്രവൃത്തിയുടെ അവസാനം അഗ്രിപ്പാ രാജാവിനോട് പറഞ്ഞൊരു തീരുമാനമുണ്ട്.
ഞാനൊരു സ്വർഗീയ ദർശനം കണ്ടത്. അഗ്രിപ്പാ രാജാവിനോട് സാക്ഷ്യം പറയുക, ഞാനൊരു സ്വർഗീയ ദർശനം കണ്ടതാ. ഐ വാസ് നോട്ട് ഡിസൊബീഡിയൻറ്റ് ടു ദാറ്റ് ഹെവൻലി വിഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. ആ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. സ്തോത്രം. അന്നെടുത്ത തീരുമാനം. എന്നെ ദൈവം വിളിച്ചപ്പോൾ അനേകരെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം, അനേകരെ ബന്ധനത്തിൽ നിന്ന് മോചിതരാക്കി തീർക്കണം. നീ എനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കണം എന്ന് ഞാൻ നിന്നെ കാണിച്ചു തരും എന്നൊരു ദൈവശബ്ദം കേട്ടതാ. ആ ദൈവിക ദർശനത്തിന് ഞാൻ ഇന്നേ വരെയും അനുസരണക്കേട് കാണിച്ചിട്ടില്ല. I was not disobedient to that heavenly vision. അപ്പോസ്തലപ്രവൃത്തി 26. അതുപോലാണ് ആയിരിക്കണം നമ്മുടെയും ജീവിതത്തിൽ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, എടുത്തിരിക്കുന്ന ഒരു ഉടമ്പടി. ആര് നിന്നാലും ആര് നിന്നില്ലേലും, എൻ്റെ കൂടെ ഉള്ളവർ നിന്നില്ല, എൻ്റെ കൂടെ ഉള്ളവർ എനിക്കൊരു എൻകറേജ്മെൻറ്റായി തീർന്നില്ല, അതൊന്നും പറയേണ്ട ഒരാവശ്യവുമില്ല. കർത്താവ് നമ്മളെ കൊണ്ട് എൻകറേജ് ചെയ്യുവാൻ, കൃപ പകരുവാനും, സ്തോത്രം, കൃപ പകരുവാനും, ആത്മശക്തി പകരുവാനും ഒത്തിരി പേർ ഓടിത്തുടങ്ങിയ ഒരു ഓട്ടക്കളമാണ്. പക്ഷെ അവസാനം എത്തുന്നവരാര് മാത്രമേ ഉള്ളൂ? ചുരുക്കം പേരേ ഉള്ളൂ. നീയും ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഓടണം. സോ അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് എക്സ്ക്യൂസസ് ഒക്കെ മാറ്റി വെക്കാം. കൂടുള്ളവർ ഡിസ്കറേജ്ഡായി തീരാതെ, നമ്മുടെ കൂടുള്ളവർ യാത്രാമധ്യത്തിൽ വീണ് പോകാതെ എല്ലാവരും കർത്താവ് ജീവിപ്പിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ.